മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മരിക്കുന്നത് തിങ്കളാഴ്ച. അന്ന് AP ഉസ്താദൊക്കെ കാത്തിക്കണല്ലോ ഉള്ളാളത്ത് തറക്കല്ലിടാൻ വേണ്ടി. അപ്പോഴാണ് തങ്ങൾ മാറ്റി ഇറങ്ങി. തങ്ങളെ ഭാര്യ ഉമ്മന്റെ അനിയത്തിനെ വിളിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം ഒപ്പം കെടുക്കാം. ഒപ്പം കെടുത്തി കുറച്ച് പായസം ഉണ്ടാക്കണം. എന്നെ കാണാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ആ പായസം കുടിച്ചത് പിന്നെ തങ്ങളെ കാണാൻ വന്ന ആളുകളാണ്. അങ്ങനെ പറഞ്ഞു യാ ഗൗസുൽ ആലം എന്ന് പേര് വിളിച്ചെന്നെ മന്ത്രിക്കണം. ഗൗസുൽ ആലമിനിട്ട് ഭയങ്കര ബന്ധാണ് ഉള്ളാളതങ്ങളും അതുപോലെ ഈ എളാപ്പയും. എളാപ്പന്റെ കൈ ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുറച്ച് ഇങ്ങനെ വളഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ രോഗാണ്. അത് ആ രോഗത്തിന് ശമനം കിട്ടിയത് ഗൗസുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ടാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ബുറൂദാവ് മന്ത്രിച്ചരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളൊക്കെ ഹിമ്മത്തോടെ നിൽക്കണട്ടോ, നിങ്ങൾ ഹിമ്മത്തോടെ നിൽക്കണം, ഞാൻ പോവട്ടോ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന രംഗം. അത് കേട്ടപ്പോൾ നമുക്ക് സമാധാനം. കാരണം മൂപ്പര ജീവിതം മക്കയിൽ നിന്ന് മക്കബറയിലേക്കുള്ള ജീവിതം. മഹാന്മാരെ സഹായിക്കുന്ന നമ്മളിങ്ങനെ തിയറി പറയലുണ്ട് അല്ലെ, നമ്മൾ റസൂല സഹായിക്കും, ബദരീങ്ങൾ സഹായിക്കും. അവര് പ്രാക്ടിക്കൽ ലൈഫിൽ അനുഭവിക്കണേ കാണാൻ കഴിയും. അതിപ്പോ ഇവിടെ പറഞ്ഞ ഈ സാധനം ഉള്ളതുകൊണ്ട് എല്ലാം കൂടി പറഞ്ഞങ്ങള് എന്തൊക്കെ പറയും. ഭയങ്കര അത്ഭുതമാണ്. എന്താ കല്യാണം പറയാനൊക്കെ അവര് അവിടുന്ന് മമ്പുറത്ത് കയറും. അതിനുവേണ്ടി മാത്രം അത്ഭുതമാണ്. എന്നിട്ട് അതിന്റെ കല്യാണത്തിന് ആളെ കല്യാണത്തിന് നിങ്ങൾ വന്നതായിട്ട് അനുഭവപ്പെടാന്നൊക്കെ പറയും. ത്തിന്റെ കുടുംബത്തിലെ ഓരോരുത്തർ ഇതുപോലൊന്നും പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. അവര് വഫാത്താകുന്നതാണ് തഹ്ലീൽ നല്ല ഉച്ചത്തിൽ ഞാൻ സന്തോഷത്തോടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന രംഗം അള്ളാഹു ഓരോ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഉപ്പന്റെ